സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കാത്തിരുന്ന സന്തോഷ വാർത്ത. സംസ്ഥാന സർക്കാരിന്റെ 55 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ, നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ ആദ്യ വിതരണ അറിയിപ്പെത്തി. ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. നിലവിൽ 26 ലക്ഷത്തോളം വരുന്ന അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കുമുള്ള വിതരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്നു മുതൽ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം 7 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു തുടങ്ങും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവ് കൂടി ഉണ്ടാകുമെന്നുള്ള സ്ഥിരീകരണം കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 300 മുതൽ 500 രൂപയുടെ വരെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂടുതൽ മേഖലകളിൽ കൂടി ഉൾപ്പെടുത്തുമെന്നുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ കന്യാസ്ത്രീകളെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ, മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ, മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഇവരെ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ പ്രത്യേക പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. അവിവാഹിതരായ 50 വയസ്സിൽ കൂടുതലുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ശമ്പളം, പെൻഷൻ, സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാത്തവർക്കാണ് പരിഗണനയുണ്ടാവുക. പെൻഷൻ അനുവദിക്കുന്നതിന് പൊതുവിൽ നിർബന്ധമാക്കിയിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, അവിവാഹിത സർട്ടിഫിക്കറ്റ് എന്നിവ ഒഴിവാക്കി നൽകും. പകരം പ്രത്യേക അപേക്ഷാ ഫോറം അംഗീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള സമയപരിധി ധനമന്ത്രി KN ബാലഗോപാൽ 6 മാസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ധനമന്ത്രി പുറപ്പെടുവിച്ചു. നിശ്ചിത സമയത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരുടെ പെൻഷൻ തടയാൻ പാടില്ല എന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകി. പുതുക്കിയ അവസാന തീയതി 2026 ജൂൺ 30. 2019 ഡിസംബർ 31 വരെ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്കാണ് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി ജൂൺ 30-നകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ക്ഷേമ പെൻഷൻ പട്ടികയിലുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് 2025 മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിനായി ആദ്യം അനുവദിച്ചിരുന്ന സമയം 2025 ഡിസംബർ 31 വരെയായിരുന്നു. എന്നാൽ ആകെയുള്ള 62 ലക്ഷം ഗുണഭോക്താക്കളിൽ ഏകദേശം 2.53 ലക്ഷം പേർ ഇനിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ ബാക്കിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് കാലാവധി നീട്ടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അനുവദിക്കപ്പെട്ട പുതിയ സമയപരിധിക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണമെന്നും ധനവകുപ്പ് മന്ത്രി വ്യക്തമാക്കി.